സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ മെയ് 5-ാം തീയതി കേരളത്തിൽ ഒരുപാട് കുട്ടികൾ കാത്തിരുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഡേറ്റ് ആയിരുന്നു ഇന്ന് മെയ് 5-ാം തീയതി. സോ 5:20 സമയം ആകാനായിട്ടുണ്ട്. നമ്മുടെ എജ്യു പാർക്കിൻ്റെ ഈ ഒരു ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ കുട്ടികൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്യാമ്പസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, അതൊക്കെ ലേറ്റായിട്ട് വരുന്നുണ്ട്. എന്തായാലും ശരി, നമ്മുടെ ഈ ഒരു എജ്യു പാർക്കിൻ്റെ MD ആയിട്ടുള്ള സുബൈർ സാർ നമ്മുടെ അടുത്തുണ്ട്. സാർ ഗുഡ് ഈവനിങ് സാർ. ഇപ്പോൾ ഈ വർഷം നീറ്റ് എക്സാം എഴുതാൻ വന്ന ഏകദേശം എത്ര കുട്ടികൾ ഇവിടെ എക്സാം എഴുതുന്നുണ്ട്? ഏകദേശം 480 കുട്ടികളോളം ഇവിടെ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവർക്കുള്ള ക്ലാസ് റൂം ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാം വളരെ ഒരു വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എക്സാമാണ് ഇപ്പം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 100% അവർക്ക് ടെൻഷനില്ലാതെ വളരെ ഫ്രീ ആയിക്കൊണ്ട് അവർക്ക് എക്സാം എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പേരൻസും കുട്ടികളാണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് അവർക്ക് എക്സാം എഴുതി മുന്നോട്ട് പോകാനും വളരെ സമാധാന അന്തരീക്ഷത്തോടു കൂടി ഇപ്പോൾ എക്സാം എഴുതി മുന്നോട്ട് പോകാനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സാർ എല്ലാ ക്ലാസ് റൂമും ഏകദേശം AC ക്ലാസ് റൂം ആയിട്ടല്ലേ? AC ക്ലാസ് റൂമാണ് എല്ലാ ക്ലാസ് റൂം. അപ്പോൾ ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും നിലവിൽ കൂളായിട്ടാണ് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഈ ഒരു നീറ്റ് എക്സാം ഉണ്ടാവുക. ഈ ഒരു കഠിന ചൂടിലും എജ്യു പാർക്കിൻ്റെ ഈ ഒരു ക്ലാസ് റൂമുകളിൽ വെച്ചിട്ട് AC ക്ലാസ് റൂമിലാണ് കുട്ടികൾ തണുത്തുകൊണ്ടാണ് എക്സാം എഴുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ 3 മണിക്കൂർ 20 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് റൂം ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഒരു മാനേജിംഗ് ഡയറക്ടർ തന്നെ നിങ്ങളോട് ഇത് നേരിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു സിൻസിയറിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ സാർ, ഈ ഒരു 480 കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ പാരൻസ് സാറോട് സംസാരിക്കുക എങ്ങനെ? പാരൻസ് വളരെ കഴിഞ്ഞ വർഷമൊക്കെ അവർ എഴുതിയ എക്സാം വളരെ ടെൻഷൻ അടിച്ചായിരുന്നു. ഇവിടെ വന്നപ്പോൾ വളരെ സമാധാനത്തോടു കൂടിയാണ് അവർക്ക് പാരൻസിനെ കൂടെ വെയിറ്റ് ചെയ്തതെന്ന് നമ്മൾ പങ്കുവെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ താല്പര്യം തോന്നി. കാരണം ഇനിയും കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ചെയ്ത ഇതേ രീതി തന്നെയാണ്. പാരൻസിന് ഏറ്റവും ഒരു പ്രയാസപ്പെട്ട് വളരെ ദിക്കിൽ നിന്ന് വരുന്ന പാരൻസിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികളെ വളരെ സമാധാനത്തോടു കൂടി പുറത്തു നിന്ന് അവർ ഗേറ്റിന് പുറത്തും ഈ കുട്ടികൾ ഗേറ്റിനുള്ളിലും കയറുമ്പോൾ അവർ വളരെ സമാധാനത്തോടു കൂടിയാണ് കയറി പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ കുറി പരീക്ഷ എഴുതുന്നതെന്നാണ് പാരൻസ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ സാറും ഞാനും ഒക്കെ, പ്രത്യേകിച്ച് പാരൻസൊക്കെ കുട്ടികൾ ഇനി എങ്ങനെയാണ് എക്സാം എഴുതാനിരിക്കുന്നത് എഴുതിയിട്ട് അതിൻ്റെ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി ആണോ, ഏതാണ് ഈ വർഷത്തെ റാങ്ക് നിർണ്ണയിക്കുന്ന വിഷയം എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം ടൈം ആവാനായിട്ടുണ്ട്. ഇനി സ്റ്റുഡൻസിൻ്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. സോ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നേരെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. യെസ്, എല്ലാവർക്കും പാരൻസിൻ്റെ ടെൻഷൻ ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. സമയം 5:20 ആവാനായിട്ടുണ്ട്. ഇനി ആകെ 2 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓരോ പാരൻസും അവിടെ ഉണ്ടായിരുന്ന മോണ്ടിസോറി കിഡ്സിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ റെസ്റ്റ് ചെയ്ത എല്ലാ പാരൻസും വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. എല്ലാവർക്കും ഇപ്പോൾ നല്ല ഹൃദയമിടിപ്പുണ്ട്. സാധാരണഗതിയിൽ എൻ്റെ മകൾ റിപ്പീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ കോളേജിനേക്കാൾ അപേക്ഷിച്ചിട്ട് ഇവിടെ നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വരുമ്പം തന്നെ മറ്റുള്ള രക്ഷിതാക്കൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ബാത്റൂമോ അതിൻ്റെ വല്ല സൗകര്യങ്ങളോ ഒന്നും കിട്ടാറില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് ഹില്ലായാലും നല്ല ഇത് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമായാലും കുടിക്കാനുള്ള വെള്ളമായാലും ബാത്റൂമായാലും നല്ല രീതിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞങ്ങളിതിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അല്ലെങ്കിൽ എവിടെ റിപ്പീറ്റ് ചെയ്ത് റൈസ് അല്ലേ? ക്യാമ്പസ് ഒക്കെ ഉണ്ട് എജ്യു പാർക്കിൻ്റെ. പിന്നെ റൂമിൽ എന്താ കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഷാർ, ഏതാ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ പ്രശ്നം? ബോട്ടണി കുറച്ച് ടഫായിരുന്നു. ഓക്കെ, എന്നാ കാണാം. അറിയോ MS സൊല്യൂഷൻസ്? ഇവനെ കണ്ടാൽ അറിയാം ചോദിക്കുമെന്നല്ലേ? ഞാൻ ചോദിക്കൂ. എക്സാം ഉണ്ടേ ഞങ്ങൾക്ക്? കുഴപ്പമില്ല. ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ എജ്യു പാർക്ക്? അടിപൊളി. എടാ എക്സാം ഉണ്ടായിരുന്നടാ? ടെൻഷനാണല്ലേ? എക്സാം ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഏതാ ടഫ്? ബോട്ടണി എന്തോ ഫിസിക്സ് ടഫ് ഉണ്ടായിരുന്നോ? ചെറുതായിട്ട്. റിപ്പീറ്റ് ആണോ അപ്പോൾ? ഓൺഗോയിങ് ആണ്? അത് ശരി. ഇഷ്ടപ്പെട്ടു? ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ? ശരി, എന്നാ കാണാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ക്വസ്റ്റ്യൻസും ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഏതാ ബുദ്ധിമുട്ടായത്? ഫിസിക്സാണ് ബുദ്ധിമുട്ടല്ലേ? എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത്? ഞാൻ അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്തതാണ്. ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ. ഇനി അടുത്തെന്താ പ്ലാൻ? എന്താ റിപ്പീറ്റ്? എവിടെയാണ് ചേർന്നോ? ഇല്ല, ചേർന്നു. ഓക്കെ.
എടാ എല്ലാവർക്കും എക്സാം ഒക്കെ ഓക്കെ ആയിനോ? അല്ലേ അല്ലേ ക്യാമ്പസൊക്കെ ഓക്കെ ആയിരുന്നോ? അല്ല ചൂടിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഓക്കെ അല്ലേ? യെസ്. ഏതാ ടഫായത്? ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജി? സിമ്പിളായിരുന്നു. ഏതാ സിമ്പിളായിരുന്നു? ഉഷാറ്. യെസ് യെസ്. ആ ഇതാരത്? ക്ലെമൻസിയോ? കറക്റ്റ് ടൈമാണല്ലോ. ക്ലെമൻസി ഇന്നത്തെ എക്സാം ഉണ്ടായിരുന്നു? ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രിയോ? ഇത് ഓൾറെഡി ഒറ്റ മിനിറ്റ് പോലെ അല്ലേ വീഡിയോ ഉണ്ട്. ഒറ്റ മിനിറ്റ്. ഇത് നമ്മളെ ട്യൂഷനിൽ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇവർക്ക് കൂടത്തായിലാണ് കിട്ടിയത്. പിന്നെ ക്ലാസ് റൂം എങ്ങനെയായിരുന്നു? അടിപൊളി. എജുപാർക്കിൻ്റെ ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ++2 ഇനി ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നമ്മളായിട്ട് ഉണ്ടാവുക. ഓക്കെ സെറ്റല്ലേ? ഉണ്ടാവും കേട്ടോ. എടാ എക്സാം ഓക്കെ ആണോ? ഏതാ പോയത്? ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജി? ഫിസിക്സാണ് പോയത്. അവിടെ ഒരാൾ ബോട്ടണി പറഞ്ഞു. ക്യാമ്പസ് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? കൂളിംഗ് കിട്ടിയിട്ടുണ്ടോ? ചൂടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലല്ല. എല്ലാവരും ടെൻഷനിലാണല്ലോ. എടാ നീറ്റിന് ബോയ്സ് കുറവാണ് അവിടെ. നീറ്റിന് ബോയ്സ് കുറവല്ലേ? എന്താ നീറ്റിന് ബോയ്സ് പറയുന്നത്? കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലോട്ട്. റിപ്പീറ്റ് ആണോ? ഞാൻ റീറിപ്പീറ്റ്. അപ്പൊ നേരത്തെ എവിടെ, കഴിഞ്ഞ വർഷം എവിടെയും ക്യാമ്പസ്? ഞാൻ ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയായിരുന്നു. അതല്ല എക്സാം എവിടെയായിരുന്നു? എക്സാം ഐ തിങ്ക് കാർമൽ എന്ന് പറഞ്ഞിട്ടൊരു. എജുപാർക്ക് ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഇല്ല അതൊന്നുമില്ല, പ്രശ്നമില്ല. ചൂടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അപ്പൊ ഈ വർഷത്തെ ++2 ഇന്റഗ്രേറ്റഡ് സ്കൂൾ എം എസ് സൊല്യൂഷൻ ആണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ കൺഗ്രാജുലേഷൻസ്. ഞാൻ എന്നോട് പറയണ്ടേ. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജി ഏതാ പ്രശ്നം? എനിക്ക് ബേസിക്കലി കുറച്ച് കെമിസ്ട്രി ആയിരുന്നു. കുറച്ച് ഷോടാ എന്റെ സബ്ജക്റ്റ് ആട്ടോ. ഫിസിക്സും ബയോളജിയും. ഫിസിക്സും ബയോളജിയും ഓക്കെ ആയിരുന്നു. എനിക്കേതാ? എനിക്ക് ഫിസിക്സ്. നമുക്ക് 500 എബോ, സോറി 600 എബോ. 600 എബോ ഒരു പ്രതീക്ഷ വരുന്നില്ല. അങ്ങനെ വരുന്നില്ല. അല്ല അതൊക്കെ റെഡിയാവും. ഡോണ്ട് വറി, ഒക്കെ റെഡിയാവും. കിട്ടൂലേ? പ്രതീക്ഷിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം കഴിഞ്ഞ വർഷത്തെ നീറ്റിനേക്കാളും കുറച്ചും കൂടിയൊക്കെ എന്താ അവസ്ഥ? കഴിഞ്ഞ വർഷത്തെ നീറ്റിനെക്കാട്ടി കുറച്ചുകൂടെ എനിക്കൊന്ന് ടഫായിട്ട് തോന്നി. NCERT ആണോ കംപ്ലീറ്റ്? ബയോളജി NCERT പക്ക NCERT ആണ്. പിന്നെ കെമിസ്ട്രി മറ്റേ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നോ? സ്റ്റേറ്റ്മെന്റ് കുറവായിരുന്നു. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്മെന്റ് കൂടുതലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് കുറവാണ്, പക്ഷെ അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്നുണ്ട്. ശരി എന്നാ കാണാം. യെസ്. +2 കഴിഞ്ഞ ഇതാണോ അല്ലെങ്കിൽ റിപ്പീറ്റ് ആണോ? ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജി ഏതാണ് അത്യാവശ്യം വലിക്കത്? ഫിസിക്സ്. ബോട്ടണി, സോളജിയും NCERT കംപ്ലീറ്റ് ചെയ്യുന്നതല്ലേ വന്നത്? കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഈ ഭാഗത്തുള്ളല്ലേ? നിന്റെ പേരെന്തേനു? പിന്നെ റിപ്പീറ്റർ ആണോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ ഏതാണ്? ബയോളജി കുഴപ്പമില്ല. ഈ വർഷം നിങ്ങൾക്ക് ടഫായി തോന്നിയതാ? എനിക്ക് ഫിസിക്സ്. എന്തുകൊണ്ടാണ്? കുറച്ച് പുറത്തുനിന്നായോ? ഇങ്ങനെ നിങ്ങൾ ചെയ്യാത്ത ചോദ്യങ്ങളായിരുന്നു വന്നത്? ചെയ്യാത്തല്ല, കുറച്ച് ടഫായിരുന്നു. കുഴപ്പമില്ല, എന്നാലും ഇതാ കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം എക്സാം എഴുതിയ ഒരു സ്കൂളോ അല്ലെ ക്യാമ്പസോ ഉണ്ടാവുമല്ലോ. റിപ്പീറ്റ് അല്ലേ? റിപ്പീറ്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ +2 കഴിഞ്ഞ ഉടനെ നീറ്റ് ചെയ്തില്ലേ? +2 ഇതിപ്പോ രണ്ടാമത്തെ നീറ്റ് എക്സാം അല്ലേ? രണ്ടാമത്. അപ്പോൾ നേരത്തെ ഒരു ക്യാമ്പസിൽ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ആ ക്യാമ്പസും ഈ ക്യാമ്പസും റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എജുപാർക്ക് ക്യാമ്പസിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പൊ ഇന്ന് എഴുതിയ എക്സാമിന്റെ ഈ ഒരു ക്യാമ്പസ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ക്ലാസ് റൂമിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചൂടൊന്നും എഫക്ട് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. നമ്മളെ ക്യാമ്പസിന്റെ മെയിൻ ആൾക്കാരാണ്. ശരി എന്നാ, എം എസ് സൊല്യൂഷൻ ആണ്. എന്നെന്താ ആയിക്കോട്ടെ, ക്യാമറ ഉണ്ടായിട്ട് ഇവിടെ. ശരി എന്നാ. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? എങ്ങനെ എക്സാം ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. റിപ്പീറ്റ് ചെയ്യണോ? ഫസ്റ്റ് ടൈം എഴുതിയത്, ഫസ്റ്റ് ടൈം നീറ്റ് എഴുതിയില്ലേ? ഇതിപ്പോ രണ്ടാമത്തതല്ലേ? ഈ രണ്ടിൽ ഈ ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടുത്തെ ++2 നമ്മളാണ് ചെയ്യുന്നത് കേട്ടോ, ഈ വർഷത്തെ ഇന്റഗ്രേറ്റഡ് സ്കൂള്. അപ്പോൾ നമ്മൾ കുട്ടികളെ എങ്ങനെ റെഡിയാക്കി, മീൻസ് നമ്മളെ അറിയുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 200 എബോ സ്റ്റുഡൻസ് ഇപ്പോൾ വരുന്നുണ്ട് ഈ ഒരു ക്യാമ്പസിലേക്ക്. അപ്പോൾ ക്യാമ്പസ് കുഴപ്പമൊന്നുമില്ലല്ലോ? അടിപൊളിയാണ്. ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? യെസ്. സോ അതെന്നെ എനിക്ക് ചോദിക്കാനുള്ള. എക്സാം കുറിച്ച് ഞാനൊന്നും ചോദിക്കുന്നില്ല. ശരി എന്നാ. എം എസ് സൊല്യൂഷൻ അറിയോ? എവിടെ? നിങ്ങളെവിടെ സ്ഥലം? ഞാൻ കോഴിക്കോട്. റിപ്പീറ്റ് ആണോ അല്ലെ +2 കഴിഞ്ഞാണോ? റിപ്പീറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ടൈം അല്ലല്ലോ നീറ്റ് ചെയ്തത്? രണ്ടാമത്തെ രണ്ടാമത്തെയാണ്. ആ ക്യാമ്പസിനേക്കാൾ ഈ ക്യാമ്പസ് ഒരു കുറച്ച് എന്തെങ്കിലും പ്രശ്നം? ഞാൻ ചൂട് എഫക്ട് ചെയ്തില്ലല്ലോ? അപ്പൊ എന്തായാലും ഈ വർഷത്തെ ഞാൻ പറയാം ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ++2 ഉണ്ടല്ലോ, ഇവിടെയാണ് ഈ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളാണ് ഇപ്പോൾ ഈ വർഷം ചെയ്യുന്നത്. ഓക്കെ, ++2 ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തുടങ്ങുകയാണ്. എം എസ് സൊല്യൂഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളെ മാനേജിങ് ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എജുപാർക്ക് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഈ വർഷം എം എസ് സൊല്യൂഷനാണ് നടത്തുന്നത്.
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ആർക്കെങ്കിലും കൂടെ നിങ്ങളെ അറിയുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറയണം. ഓക്കെ, 2 വർഷം ക്ലീൻ ചെയ്തിട്ട് ക്രാഷ് ചെയ്തിട്ട് അവരെ നീറ്റ് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. ആൻഡ് ജെഇ സ്കീം എല്ലാം പെടും. ഓക്കെ, ഇവിടെ കാണാം. ഞാൻ എന്തായാലും മാർക്കിനോ എക്സാമിനെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല, അതെനിക്കറിയാം. സത്യങ്ങളൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. ശരിയെന്നാ.